പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി, കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നമുക്ക് ആദ്യം പത്തനംതിട്ടയിലേക്ക് പോകാം. പ്രവീൺ പുരുഷോത്തമൻ, പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയൊക്കെ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ടോ? സുജയ, പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പുലർച്ചെ വരെ സാമാന്യം നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറവാണ്. ഒരു മണിക്കൂർ മുമ്പ് വരെ ഇപ്പോൾ കാണുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ മഴ പെയ്തിരുന്നു. ഇന്നലെയും റെഡ് അലർട്ട് ആയിരുന്നു പത്തനംതിട്ട ജില്ലയിൽ. പക്ഷേ ഇന്നലെ മഴ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ മലയോര മേഖലകളിൽ ഉൾപ്പെടെ, അതായത് സീതത്തോട്, ചിറ്റാറ്, ശബരിമല വനമേഖല, ആ മേഖലകളിലൊക്കെ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. പക്ഷേ തിരുവല്ല, റാന്നി, കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴയുടെ ശക്തി അല്പം കുറവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമലയാറിൻ്റെ തീരത്താണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ ഈ മഴ ശക്തി കൂടുമ്പോൾ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതാണ് പലപ്പോഴും സാധാരണക്കാർക്ക് ഭയം ഉളവാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മണിമലയാറിൻ്റെ ദൃശ്യം കാണാം. ജലം വലിയ അപകടകരമായിട്ടുള്ള രീതിയിൽ ഉയർന്നിട്ടില്ല എന്ന് പറയാം. നേരത്തെ ആലപ്പുഴയിൽ നിന്നും ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഈ വെള്ളമാണ് കുട്ടനാട് മേഖലയിലേക്ക് ഒഴുകി ചെല്ലുന്നത്. ഈ നദികളിൽ ജലനിരപ്പ് ഉയരുമ്പോഴാണ് ദിവസങ്ങൾക്കുള്ളിൽ കുട്ടനാട് മേഖലയിലേക്ക് ഈ വെള്ളം മുഴുവൻ ചെല്ലുകയും ആ മേഖലകളിൽ വലിയ നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് അപകടകരമായ വിധം ഉയർന്നിട്ടില്ല. മറ്റൊന്ന്, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടാണ്. അത് തിരുവല്ല, പന്തളം തുടങ്ങിയ മേഖലകളിൽ മഴ ശക്തിപ്പെടുമ്പോൾ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറാറുണ്ട്. അങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല കാര്യങ്ങൾ. എങ്കിലും ജില്ലാ ഭരണകൂടം ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇപ്പോൾ കൺട്രോൾ റൂമുകൾ എല്ലാ താലൂക്കുകളിലും ആരംഭിച്ചിട്ടുണ്ട്. അത് കളക്ട്രേറ്റിൽ ഉൾപ്പെടെ മറ്റ് എല്ലാ താലൂക്കുകളിലും 6 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജമായിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും അത് നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും നദികളിൽ ജലനിരപ്പ് ഇപ്പോൾ ദൃശ്യത്തിൽ ഈ കാണുന്ന രീതിയിലാണ്. അപകടകരമിതം ഉയർന്നിട്ടില്ല. മഴയുടെ ശക്തിയും ഇപ്പോൾ കുറവാണ്. പ്രവീൺ പുരുഷോത്തമൻ, അതായത് വനത്തിൽ മഴ കനക്കുന്നില്ല, കനക്കുമ്പോഴാണ് നദികളിലേക്ക് പെട്ടെന്ന് ജലമെത്തി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പോൾ താരതമ്യേന ആലപ്പുഴയൊക്കെ അപേക്ഷിച്ച് കുറവാണ് മഴ പെയ്യുന്നത് എന്ന് വേണം കരുതാൻ. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോകാം. അലി അക്ബർ ഷാ തയ്യാറാണ്. അലി അക്ബർ ഷാ, രാവിലെ എറണാകുളത്ത് പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജില്ലയുടെ മറ്റ് ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? സുജിയ, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പലയിടങ്ങളിലും മഴ തുടങ്ങിയത്. കാര്യമായ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഈ ഘട്ടം വരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വൈറ്റില ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ മഴക്കാലത്ത് ഈ ബൈപ്പാസിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ കൃത്യമായ നിലയിൽ നടന്നു. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നടന്നതിൻ്റെതായ ഒരു മാറ്റം ഇത്തവണ കൃത്യമായി എറണാകുളം ജില്ലയിൽ കാണാനുണ്ട്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരുന്നില്ല, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പല ഭാഗങ്ങളിലും റോഡ് പണി നടക്കുകയായിരുന്നു. ഈ പല ഭാഗങ്ങളിലും ഈ എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിലും ഈ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ മഴ ആരംഭിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ചെളിക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഇരുചക്ര വാഹനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഗതാഗത തടസ്സവും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പറയേണ്ടത് എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളെ പറ്റിയാണ്. ഈ ചെല്ലാനം, കണ്ണമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചെല്ലാനത്ത് ടെട്രാപോഡ് വലിയ രീതിയിലുള്ള സുരക്ഷ നൽകുന്നത് ആളുകൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് കിടന്നുറങ്ങാനെങ്കിലും. കണ്ണമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. മഴ ഈ നിലയിൽ കനക്കുകയാണ് എങ്കിൽ കടലോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകും. അതുകൊണ്ട് തന്നെ കാലങ്ങളായി അവർ പറയുന്ന ആവശ്യം, കടൽഭിത്തി വേണമെന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു പ്രതിഷേധം ഈ കടലോര ഭാഗങ്ങളിൽ, എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിലും. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശക്തി കുറഞ്ഞിട്ടുണ്ട്. മഴയുടെ ശക്തി കുറയുന്നു കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ എന്നാണ് അലി അക്ബർ ഷാ പറയുന്നത്.